ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ്, 30ഓ അതിന് മുകളിലാവാം, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. തൃശ്ശൂരാണ് സംഭവം. തൃശ്ശൂർ അന്നത്തെ കാലഘട്ടത്താണ് എനിക്ക് തോന്നുന്നു ഈ ജുഗൽബന്ദി തുടങ്ങിയ സമയമാണ്. എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും അതിൻ്റെ തുടക്കം. ഒരു സൈഡിൽ മൃദംഗം, ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻസ് ആയിട്ടുള്ള മൃദംഗം, വയലിൻ, ഗിഞ്ചറ, തൊട്ടപ്പുറത്ത് വെസ്റ്റേൺ ഇൻസ്ട്രുമെൻസ് ആയിട്ടുള്ള ജാസ്, സാക്സ്, തൊട്ടുപുറത്ത് ക്ഷേത്രവാദ്യകലകളായിട്ടുള്ള ചെണ്ട, തകില്, അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ചേർന്നിട്ടൊരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അന്ന് ഞാനങ്ങനെ പ്രൊഫഷനായിട്ട് ചെണ്ട കൊട്ടും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ മുൻനിരയിലിരിക്കുന്നതൊക്കെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിലെ വാദ്യ കലാകാരന്മാരാണ് മുമ്പിലിരിക്കുന്നത്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ഞാനവിടെ ചെന്നു. അന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഇത്ര ഇല്ല. ബാക്കി ഫ്ലാഷുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ബാക്കി എല്ലാവരും ചുറ്റും കൂടി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ മുൻനിരയിലിരുന്ന ചില ആളുകൾ ചോദിച്ചു, ആരാ, വശമില്ലോ, ആരാ അദ്ദേഹം? പുള്ളി ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്. ഓവോ, മൂപ്പർക്ക് എന്താ ഇവിടെ കാര്യം? അല്ല, ഉദ്ഘാടിക്കാന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ വല്ല വശമുണ്ടോ, ധാരണയുണ്ടോ മൂപ്പർക്ക്? അല്ല, അങ്ങനെ ചോദിച്ചാൽ അല്ല, ചോദിച്ചൊന്നും ഉള്ളൂ, എന്താ വെച്ചാൽ ആവാം പറഞ്ഞു. അപ്പം എനിക്കും മനസ്സുകൊണ്ട് വിഷമമായി. ദൈവമേ, പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താ കാര്യം എന്ന് ചോദിച്ച പോലെ ഇതിന് വലിയ വിവരമില്ലാത്ത ഞാൻ വരികയും ചെയ്തു. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ വേദിയിലേക്ക് കയറി. ഒരു സൈഡിലുള്ള ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഉദ്ഘാടനമായിരുന്നു ആദ്യം. അപ്പോൾ എൻ്റെ മനസ്സിലും ചെറിയൊരാഗ്രഹം, ഇത്രയും വലിയ കലാകാരന്മാരുടെ മുമ്പിൽ ചെറുതായി പോരുതല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, വായ്ത്താരിയോടുകൂടി തന്നെ ഉദ്ഘാടനമാവാം. അവർ ചോദിച്ചു, ഉവ്വ് മൈക്ക് കൊണ്ടെന്നോളാൻ പറഞ്ഞ. അങ്ങനെ ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ തിത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിന്നത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തരികട തരികട തരികടതും തിത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിന്നത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തരികട തരികട തരികടതും താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിന്നത്താങ്കടത്തേക്ക് താങ്കട കിടതോ തരികട താകട കിടതോ തരികട താകട കിടതോ തരികട ദിം തത്തിക്കിണ്ണത്തും 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 തദ്ദിങ്കിണ്ണത്തു 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 ദിം തരികട തരികടതും തരികട തരികടതും തരികട തരികടതും തദ്ദിൻ തരികട തദ്ദിൻ തരികട തിത്താങ്കടത്തേക്ക് താങ്കടത്തേക്ക് തിന്നത്താങ്കടത്തേക്ക് താങ്കട കിടതോ തരികട താകട കിടതോ തരികട താകട കിടതോ തരികട തദ്ദിങ്കിണ്ണത്തു. ഇത് ഞാൻ പറഞ്ഞപ്പോൾ മുമ്പിൽ നിന്ന് ഐ ലേശം എന്തൊക്കെയോ വശമുണ്ട് എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഇപ്പം നീ സന്തോഷമായി. അടുത്തത് ക്ഷേത്ര കലകളുടെ സൈഡിലേക്ക് വന്നു. ഞാനീ പറയുന്നത് 10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതും എൻ്റെ മനസ്സിലൊരാഗ്രഹം. തായമ്പകയുടെ വായ്ത്താരിയുണ്ട്, ചെണ്ടയ്ക്ക് ഉള്ളതാണ്. ആ ആദ്യത്തെ ആ എന്നുള്ളത് നിശബ്ദം, ചെണ്ടയിലുള്ള ശബ്ദമല്ല. അ ഡ് ഡ് ന ക, കറക്റ്റ് അല്ലേ? തെറ്റുണ്ട്. അ ഡ് ഡ് ന ക വക്കത്ത്. അപ്പം അതിൻ്റെ ഒരു വായ്ത്താരി ഞാൻ അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അടുകിഡ് ഗിന്നക അഡ് ഡിണ്ണക അഡ് ഡിൺ അഡ് ഡിൺ. ആണോ? അത് ബിരുദനാട് ജയറാമിയുടെ പറയണൻ്റെ ഒപ്പം ഒരു കൊട്ടലും കൂടെ ആയല്ലോ. അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അടുകിഡ് ഗിന്നക അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അഡ് ഡിൺ അടുകിഡ് ഗിഡ്തക അഡ് ഡിണ്ണക അഡ് ഡിൺ അഡ് ഡിണ്ണക അടുകിഡ് ഗിന്ന അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അഡ് ഡിണ്ണക അടുകിഡ് അടുകിഡ് ഗിന്നക 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 ഗിന്ന ഗിന്നക 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 അടുകിഡ് ഇടുതക 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 ഇടുത അടുകിഡ് ഗിന്നക അടുകിഡ് ഗിടുതക അടുകിഡ് ഗിന്നക അടുകിഡ് ഗിടുത അടുകിന്നക അടുകിടുതക അടുകിന്നക അടുകിട് അടുകിട് കിട തരികിട തരികിട തരികിട് ഡിണ്ണക. തായമ്പകയുടെ ഈ വായ്ത്താരി ഞാൻ പറഞ്ഞ് തീർന്ന വഴിക്ക് മുമ്പിലിരുന്ന് അദ്ദേഹം എണീറ്റ് നിന്ന് എന്നെ തൊഴുതു. ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങി വന്നു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്, ഇത്രയൊക്കെ അറിവുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അറിവില്ലായ്മ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്നും
വന്നു പോയതാണ്, തെറ്റുണ്ടെങ്കിൽ ഏയ് കേമായിരിക്കണു, അസലായിരിക്കണു, ഭാവി ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ പോയി. അദ്ദേഹമായിരുന്നു സാക്ഷാൽ അമ്മന്നൂർ മാധവ ചാക്യാർ.